ഹായ് ഫ്രണ്ട്സ്, ജോൺടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഓവനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒത്തിരി പേർക്ക് ഇപ്പോഴും ഓവൻ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ പുതിയതായിട്ട് ഓവൻ വാങ്ങണം എന്ന് വിചാരിക്കുന്നവർക്കും അങ്ങനെയുള്ള എല്ലാവർക്കും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ, അതായത് എല്ലാം ഡീറ്റെയിൽ ആയിട്ടല്ല, അത്യാവശ്യം അറിയേണ്ട കുറേ കാര്യങ്ങൾ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ പലരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ ഓവൻ എന്ന് പറയുന്ന സംഭവം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണെന്ന്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് എന്തിനാ ഇത്ര ക്യാഷൊക്കെ മുടക്കിയെന്നൊക്കെ. പക്ഷേ ഈ ഓവൻ്റെ ശരിക്കും ഉപയോഗങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിട്ടുള്ള ഓവനും ഉണ്ട് കേട്ടോ. അതായത് OTG ഓവൻ എന്ന് പറയും അതിനെ. അപ്പോൾ ആ ഓവനിലാണ് ഏകദേശം നമ്മുടെ സാധാരണ ഹോം ബേക്കേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് വീടുകളിൽ കേക്ക് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട്, അതായത് കേക്കിന് വേണ്ടി മാത്രമുള്ള ഓവനും ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഓവന് വീട്ടിൽ വാങ്ങി വെച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. കാരണം അതിൽ കേക്ക് പിന്നെ അങ്ങനെ ഉള്ള കുറേ ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് ബേക്ക് ചെയ്തെടുക്കാവുന്ന അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ അതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗ്രില്ലിന് വേണ്ടി തന്നെയുള്ള ഓവൻ ഉണ്ട്. അങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഓവനും ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ സാധാരണ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്ന സംഭവങ്ങളുണ്ട്, അതായത് ചോറും കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓവനുണ്ട്. അപ്പോൾ അതിനെ സോളോ മൈക്രോവേവ് എന്നാണ് പറയണത്. അപ്പോൾ അതൊന്നും നമുക്ക് വലിയ ഉപകാരപ്പെടുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓവനാണ് നമുക്ക് വീടുകളിൽ ഏറ്റവും ഉപയോഗപ്പെടുന്നത്. അപ്പോൾ പലരുടെയും ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കറണ്ട് ബില്ലാവൂലേ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. കറണ്ട് ബില്ലൊന്നും അധികം ആവത്തില്ല. അപ്പോൾ ഇതിന് ഒരുപാട് കറണ്ട് ചിലവുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും വാങ്ങാതിരിക്കുകയൊന്നും വേണ്ട. പിന്നെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഗ്യാസ് അടുപ്പിൽ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നോ അതെല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണം. ഇതിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ, നമ്മൾ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ്, പിന്നെ നമ്മുടെ നാടൻ ഫുഡ് എല്ലാം ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ ഇതിൽ കേക്ക് ഉണ്ടാക്കാം, ഗ്രില്ല് ചെയ്യാം, പിന്നെ അതുപോലെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും ഇതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യില്ല. അപ്പോൾ നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെ എണ്ണ ഒഴിച്ചിട്ട് മീൻ വറുക്കുവാണെങ്കിൽ ഒരുപാട് എണ്ണ നമ്മളെ ശരീരത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ കൊളസ്ട്രോള്, ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സംഭവം വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ സാധാരണ മസാലയൊക്കെ റെഡിയാക്കി വെക്കുന്ന പോലെ വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് സാധാരണ ഒരു ബ്രഷ് കൊണ്ട് ഓയിൽ, അതായത് ഓയിലിൻ്റെ ടേസ്റ്റ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അത് വേണമല്ലോ മസ്റ്റായിട്ട്. അതുകൊണ്ട് ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ചേച്ച് ഇതിലോട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അത്ര സമയം എടുക്കുന്നുള്ളൂ. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ പയ്യെ ഇതിൻ്റെ ഓഫ് ചെയ്തിട്ട് തുറന്നേച്ച് തിരിച്ചു വെച്ചിട്ട് അതുപോലെ ഒന്നുകൂടി ബ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടി വെക്കാം. അപ്പോൾ അത്ര ചെറിയ ഓയിലേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഓയിൽ ലാഭവും, അതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും പറ്റും. എല്ലാവരും ഇപ്പോൾ എല്ലാവരുടെ ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുന്ന ആളാണ്. അതായത് നല്ല കേക്കൊക്കെ വാങ്ങി നന്നായിട്ട് ആഘോഷിക്കുന്നവരാണ്. അപ്പം നമുക്ക് ശരിക്കും ഉണ്ടല്ലോ, ഇത്രയും ഈ ചിക്കനും മട്ടനും ബീഫും അതും ഇതും എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കേക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വെറുതെ ഇത്രയും ഒരു കേക്കിനൊക്കെ എന്ന് വെച്ചാൽ എന്താ റേറ്റ് എന്ന് അറിയോ, 800 രൂപയിൽ മുകളിലൊക്കെയാണ് നല്ല ബ്ലാക്ക് ഫോറസ്റ്റും അങ്ങനെയുള്ള കേക്കുകൾക്കൊക്കെ. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഓവനോ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. വെറുതെ ക്യാഷ് അധികം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് വീട്ടിലേക്കുള്ള എല്ലാ ആവശ്യമുള്ള കേക്കുകൾ, ബർത്ത്ഡേ കേക്ക് അല്ലാത്ത സ്നാക്സ് ആയിട്ട് അങ്ങനെയുള്ളതെല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യണത്. പിന്നെ നമ്മളെ പബ്സ് ഒക്കെ ഉണ്ടല്ലോ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണല്ലോ, പബ്സ് ഉണ്ടാക്കാം. പഴം ഉണ്ടല്ലോ, പഴം നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, അപ്പച്ചെമ്പിൽ വെച്ചിട്ട് പുഴുങ്ങി അങ്ങനെയാണല്ലോ കഴിക്കുന്നത്. ശരിക്കും ചുട്ട പഴത്തിനാണല്ലോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഓവനിൽ വെച്ചിട്ട് ചെയ്താൽ. അപ്പോൾ ഞാൻ മെയിനായിട്ട് പഴം പുഴുങ്ങാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചോറുണ്ടല്ലോ, അപ്പോൾ ചിലർ രാവിലെ വെക്കുന്നതായിരിക്കും, ചിലർ ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും ചോറ് വെക്കണേ.
അപ്പം നമ്മൾ കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ തണുത്ത് മരച്ചൊക്കെ ഇരിക്കും. വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റി കഴിയുമ്പോൾ ആ ചോറ് തന്നെ ഒരു കഴിക്കാൻ പോലും പറ്റൂല, അതുപോലത്തെ ഒരു ഇതാവും. പക്ഷേ നമുക്കിതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് ഓണാക്കി ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അത്ര സമയം വേണ്ടു. അത്ര സമയത്തിനുള്ളിൽ നല്ല പോലെ ചൂടായിട്ട് കിട്ടും, എല്ലാം ഒരേപോലെ ചൂടായിട്ട് കിട്ടും. അതാണ് ഈ ഒരു ഓവനുള്ള. പിന്നെ നമ്മളിപ്പോൾ ചിക്കൻ കറി, മീൻകറി, അങ്ങനെ കറികളുണ്ടല്ലോ, കറികളെല്ലാം ശരിക്കും ബാക്കി വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന, പിറ്റേ ദിവസം ആണെങ്കിലും അല്ലെങ്കിൽ കഴിക്കാവുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്താ വെച്ചാൽ ചട്ടി എടുത്തിട്ട് ചട്ടിയിലോട്ട് ഇട്ടിട്ട് കറി അടുപ്പേ വെച്ച് ചൂടാക്കി എടുക്കും. കുറേ കരിയും കുറേ അങ്ങനെയൊക്കെ ആയിപ്പോവും. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് മോളിൽ നിന്നാണ് ശരിക്കും കുക്കാവുന്നത്. നമ്മൾ സാധാരണ ചട്ടിയൊക്കെ തീയിൽ വെക്കണ ചട്ടിയെന്ന് വെച്ചാൽ താഴെ നിന്നാണല്ലോ തീ വരുന്നതനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ നടുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പം എല്ലായിടത്തും ഓവറായിട്ട് തീയൊക്കെ വരും. അപ്പം അങ്ങനെ അത് കുറേ കരിഞ്ഞു പോവും, കുറേ അങ്ങനെ ടേസ്റ്റ് തന്നെ ഒരു മാറിപ്പോവും. പക്ഷെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് സംഭവം ചൂടാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയെന്ന് വരുമ്പോൾ പാത്രം ഒന്നും അടുക്കി പിടിക്കുകയൊന്നുമില്ല. ഫസ്റ്റ് കുക്കാവണ മോൾ ഭാഗമാണ്, അത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഇത് ഇറങ്ങും, എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് ഇതിന് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ സംഭവം തുറന്ന് കാണിക്കാം, എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അകത്ത് ശരിക്കും ഇതുപോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പം അതിനകത്താണ് നമ്മൾ ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കറങ്ങണ കാണുന്നത്. അപ്പോൾ അതിന് ഒരു പാത്രമുണ്ട്, ഇത് കണ്ടു ഇതുപോലത്തെ ഒരു. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടത്തിൽ തന്നെ കിട്ടുന്ന ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ്. അല്ല കുറേ സാധനങ്ങൾ, അതായത് കടലയൊക്കെ വറക്കാം, അങ്ങനെ ഒരുപാട് നമ്മൾ എന്ത് സംഭവം ചെയ്യുന്നു അതൊക്കെ ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്താണ് നമ്മൾ അധികം ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നതും പിന്നെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രേ മുകളിൽ വെക്കുന്നതൊക്കെ ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചിക്കനും മീനൊക്കെ വറക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കേ വേണ്ടൂ. അപ്പോൾ അങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള എണ്ണയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് താഴോട്ട് വീണിട്ട് ഈ പാത്രത്തിൽ നിന്നോളൂ. അപ്പോൾ നമുക്ക് ഈ പാത്രം എടുത്ത് കഴുകി കളയാം. ഈ ചിക്കനൊക്കെ അറബികളൊക്കെ നല്ലോണം ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്, ചിക്കനും മീറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ അവരെ സംബന്ധിച്ച് അധികം കൊളസ്ട്രോളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഉണ്ടാകുന്നത് സാധാരണ ആളുകൾക്ക്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരുപാട് കൊഴുപ്പും സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തോട്ട് ചെല്ലുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഓവനിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള വലിയൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ഈ ഓയിലൊന്നും നമ്മുടെ ശരീരത്തോട്ട് പോവില്ല. കാരണം ഇതിനകത്ത് കുറച്ച് ഓയിലും മതി, ഓയിലിൻ്റെ ആവശ്യമില്ല കുക്ക് ചെയ്യാൻ. പിന്നെ നമ്മളൊരു ടേസ്റ്റ് നമുക്ക് വേണമല്ലോ, ആ ഒരു എണ്ണയുടെ ഒരു ടേസ്റ്റ് കഴിച്ച് ഇഷ്ടപ്പെട്ടവരായതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് വേണ്ടവർ മാത്രം ജസ്റ്റ് ഒരു ബ്രഷ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഈ നമ്മുടെ ഓവൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഓവനിൽ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാവോ, ഫുഡ് കഴിച്ചുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനത്തെ യാതൊരു കംപ്ലയിൻസും ഇല്ല, ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. ഇതിലുണ്ടാക്കുന്ന ഫുഡ് ശരിക്കും നല്ല ഹെൽത്തി ആണെന്നാണ് പറയണത്. കാരണം എന്താ വെച്ചാൽ സാധാരണ അടുപ്പിലൊക്കെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു ഓവനിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്. അതിൻ്റെ വൈറ്റമിൻസോ കാര്യങ്ങളോ ഒന്നും വേസ്റ്റ് ആയിട്ട് പോണില്ല എന്നാണ് പറയണത്. ശരിക്കും നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരുപാട് ഗുണമുള്ള നമ്മുടെ ജീവിതശൈലിയിൽ ശരിക്കും ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണെന്ന് തന്നെ പറയാം. അത്രയ്ക്കും ഉപകാരമുള്ള സംഭവമാണ് നമ്മുടെ ഈ ഓവൻ എന്ന് പറയണത്. അപ്പോൾ ഇതിൽ വെക്കുന്ന പാത്രങ്ങൾ ചില വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ, നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഒന്നും പാത്രങ്ങൾ ഇതിൽ വെക്കാൻ പറ്റൂല. ഇതിന് സെപ്പറേറ്റ് പാത്രങ്ങളുണ്ട്. അതായത് ഗ്ലാസിൻ്റെ, ഇപ്പം ഞാൻ ഇത് ഓപ്പൺ ആക്കിയപ്പോൾ ഇതിനകത്തൊരു ഗ്ലാസിൻ്റെ ട്രേ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ കട്ടിയുള്ള നല്ല ഗ്ലാസിൻ്റെ പാത്രങ്ങൾ ഒന്നെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൺചട്ടി ഉണ്ടല്ലോ, കറിച്ചട്ടി, അപ്പോൾ ആ കറിച്ചട്ടി, അതായത് മണ്ണിൻ്റെ പാത്രങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കാം. എന്നാലും നമ്മൾ ഇതിനകത്ത് മൈക്രോവേവിൽ വെക്കാവുന്ന ഒരുപാട് പാത്രങ്ങളുണ്ട്. അപ്പോൾ ആ പാത്രം മൈക്രോ പ്രൂഫ് ഉള്ള പാത്രങ്ങളായിരിക്കണം. മൈക്രോ പ്രൂഫ് പാത്രങ്ങളുടെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും ഇത് ഓവനിൽ വെക്കാവുന്ന പാത്രങ്ങൾ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടി വരും. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കേക്ക് ട്രേ ശരിക്കും അലുമിനിയത്തിൻ്റെ ആണ്, പക്ഷെ അതിൽ മൈക്രോ പ്രൂഫ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പാത്രങ്ങളുടെ ചില പ്രത്യേകതകളുണ്ട്.
പിന്നെ നമ്മുടെ സെറാമിക് പ്ലേറ്റുകൾ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാം. ഗ്ലാസ് പാത്രം ഇപ്പൊ നമ്മൾ 3-4 പേരൊക്കെ ഉള്ള വീട്ടിലേക്കാണെങ്കിൽ ഒരു 23 ലിറ്ററിന് മുകളിലോട്ടുള്ള, ഇതിപ്പോ 23 ലിറ്ററിന്റെ ഓവനാണ്. ഒരു 22 ലിറ്റർ മുതൽ മുകളിലോട്ടാണ് വാങ്ങാൻ നല്ലത് ഒരു 4 പേരൊക്കെ ഉള്ള വീട്ടില്. അപ്പൊ 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും അത്രയും ബിരിയാണിയൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലുണ്ടാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കൊന്നും പിടിക്കുകയില്ല, നല്ല എല്ലാം ഒരേപോലെ വെന്ത് കിട്ടും. മറ്റേ നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കുമ്പോൾ സെൻറ്ററിൽ മാത്രമല്ലേ തീയൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റാത്ത 2 ഐറ്റംസ് ഉള്ളത് വെക്കാൻ പറ്റിയല്ല. പിന്നെ ഞണ്ട് വെക്കാൻ പാടില്ല, അത് സ്പാർക്ക് ആവാൻ സാധ്യതയുണ്ട്. ഈ പാത്രങ്ങളെ കാര്യം പറഞ്ഞതുപോലെ പാത്രങ്ങൾ ഇതുപോലെ ഈ സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയൊക്കെ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ഇങ്ങനെ സ്പാർക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ നമ്മളിത് തുറക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈയൊന്നും പൊള്ളാതെ. അപ്പോൾ ആ കുഴൽ ചൂടായിട്ടാണ് ഇതിൻ്റെ സമയം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കാവുന്ന ഫുഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. അപ്പം ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നിങ്ങൾക്ക്. അപ്പം അത്രയും സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഹെയറിൻ്റെ ഓവനാണ്. ഇതിനൊരു 12,000 രൂപയുടെ ഉള്ളിലാണ് വന്നതെന്ന് തോന്നുന്നു. അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സംഭവം ഇത് തന്നെയായിരിക്കും, മൈക്രോവേവ് കൺവെൻഷൻ മോഡ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച്, ഒരുപാട് ബേക്കിങ്ങും ഓർഡറൊക്കെ ഉള്ളവർ ഇത് മേടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിനകത്ത് ഒരു കേക്കൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. OTG ഓവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് ഒരു 3-4 തട്ടൊക്കെ ആയിട്ടുണ്ട്, ഫ്രിഡ്ജിൻ്റെ ഒക്കെ തട്ട് പോലെ. അപ്പോൾ അതൊക്കെ അതിനകത്ത് ഒരുപാട് കേക്കൊക്കെ ഒരുമിച്ച് വെക്കാനൊക്കെ പറ്റും, ഒരുപാട് ഓർഡർ ഉള്ളവർക്കൊക്കെ. പിന്നെ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ഓവനായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ കുറച്ച് പഠിച്ചിരിക്കണം. അതിന് നമ്മൾ ഈ ഓവൻ വാങ്ങിയ പാടെ തന്നെ അവർ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഏകദേശമുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമ്മുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അവർ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഓവൻ വാങ്ങിയിട്ട് അയ്യോ എനിക്ക് ഓവൻ വാങ്ങിയാലും ഇതിനെക്കുറിച്ച് ചെയ്യാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയൊന്നും വേണ്ട. അവർ വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞു തരും. അപ്പോൾ എല്ലാ വീട്ടിലും ഉപയോഗിക്കാവുന്ന സംഭവമാണ്. നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് ഇത്. കാരണം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്ന് ചൂടാക്കി കൊടുക്കാൻ, പാലൊക്കെ നമ്മൾ തിളപ്പിച്ച് രാവിലെ വെച്ചാൽ പെട്ടെന്നൊന്ന് ചൂടാക്കി കൊടുക്കണം. നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണമുണ്ട്. നമ്മൾ സാധാരണ എന്താ വെച്ചാൽ പാലൊക്കെ കാച്ചുമ്പോൾ ഒരു പാത്രത്തിൽ ഇട്ട് ഇളക്കി പെറുക്കി ആക്കി അത് പിന്നെ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അതും പണിയായി, എല്ലാം പണിയായി. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ടൈമർ ഉണ്ട്. അപ്പോൾ ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിനുള്ളിൽ അത് ഓഫ് ആയിക്കോളും. അപ്പോൾ തിളച്ച് മറിഞ്ഞ് പോകുമോ അങ്ങനെയുള്ള പ്രശ്നം. പിന്നെ നമ്മൾ ഈ കടലയൊക്കെ അല്ലേ, കടല വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനകത്ത് ഒരു ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഓവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി ആരും ഓവനെ കുറിച്ച് അറിയില്ല എന്ന് പറയരുത്. അപ്പോൾ നമ്മൾ നല്ല വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ ഉള്ള സാധനങ്ങളായിരിക്കും വാങ്ങുന്നത് നല്ലത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ 1 വർഷം ആകുമ്പോൾ വാങ്ങിയിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. എല്ലാ സാധനങ്ങളും അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പഴയ ഓവൻ ഉപയോഗിക്കാതെ വീട്ടിൽ കറണ്ടൊക്കെ കൂടുതലാവും അങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചേക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ഉപയോഗിക്കുക. പറഞ്ഞാൽ ഇതിൽ ചെയ്യേണ്ട റെസിപ്പീസും കാര്യങ്ങളും എല്ലാം യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം അറിയേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ്, ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അതുപോലത്തെ നല്ല നല്ല ടോപ്പിക്കുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി.